RPF ഓഫീസിൽ, അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഓഫീസിലും അതേപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ നേരിട്ട ഒരു അനീതിനെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അതായത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ ഒരു ഫ്ലാഗ് നനഞ്ഞു കുതിർന്നെടുക്കുന്നു മഴയത്ത്. ഓഗസ്റ്റ് 15-ന് ശേഷം ഉള്ള 16-ാം തീയതിയാണ് നമ്മളിത് കാണുന്നത് കേട്ടോ. ആ 16-ാം തീയതി നനഞ്ഞു കുതിർന്ന് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ബോധം ബേസ് ചെയ്തിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ഇപ്പോൾ ഇറക്കാൻ പറ്റില്ല എന്നാണ്. അതിനുശേഷം നമ്മൾ RPF ഓഫീസിലേക്ക് പോയി. RPF ഓഫീസിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ അവിടെ ഒരു ലേഡി കോൺസ്റ്റബിൾ ആണുള്ളത്. ആ ലേഡി കോൺസ്റ്റബിളിനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഫോട്ടോ ചോദിച്ചു, ഫോട്ടോ നമ്മൾ കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു നമ്പറിലേക്ക് വിളിക്കുന്നു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിലല്ല വരുന്നത്. ഓക്കെ, ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്, ഇയാൾ സ്റ്റാൻഡല്ല, ഉറച്ച കാലുകൾ നിലനിൽക്കുന്നില്ല. അപ്പൊ നമ്മൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ ഒരു RPF ഓഫീസിൽ വന്നിട്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിനക്ക് എന്ത് റൈറ്റ് ഉണ്ട് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് RPF-ലുള്ള വിശ്വാസം ഇല്ല, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ കയ്യുമ്മ പിടിക്കുകയും എന്നെ അവിടെ പിടിച്ചിരുത്തുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അവിടെയുള്ള ലേഡി കോൺസ്റ്റബിളിനോട് പറയുന്നത്, താങ്കളൊരു സ്ത്രീയല്ലേ, ഇവന്റെ പേരിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുമെന്നാണ്. അതിനുശേഷം നമ്മൾ 100-ലേക്ക് വിളിക്കുന്നു. 100-ലേക്ക് വിളിച്ചു കഴിഞ്ഞതിന്റെ റെക്കോർഡും ഈ പറയുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ അവസാനം നമ്മൾ കൊടുക്കുന്നുണ്ട്, കണ്ടു ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോൾ നമ്മൾ 100-ലേക്ക് വിളിച്ച് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം പറയുന്നു. ഈ പറഞ്ഞ പോലെ ഒരു കാര്യത്തിലാണ് വന്നത്, ഇപ്പൊ പറഞ്ഞ പോലെയാണ് നിൽക്കുന്നത്, ഇദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തിനെ ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുന്നു. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു, ഇദ്ദേഹത്തിനെ ടെസ്റ്റ് ചെയ്യാതെ, ബേസിക് ആയിട്ടുള്ള ബ്രീത്ത് ടെസ്റ്റ് പോലും ചെയ്യാതെ പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം 100-ൽ നിന്ന് കോൾ വന്നു കഴിഞ്ഞപ്പോഴും ഞാനിപ്പോൾ പറയുന്നു, ഞാനിവിടെ സുരക്ഷിതരല്ല, പ്രോപ്പർ ആയിട്ടുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഒരു പോലീസ് വിളിക്കുന്നു, നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ നിരന്തരമായിട്ട് പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ തന്നെ കുറെ നേരം ചുറ്റും കറങ്ങി നടന്നിട്ട് ഞാൻ മദ്യപിച്ചു അല്ലേ, ഞാൻ മദ്യപിച്ചു, ഈ രീതിയിലാണ് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഞാൻ മദ്യപിച്ചു, അതിന് മദ്യത്തിന്റെ മണമുണ്ട്. അപ്പോൾ ഈ പറയുമ്പോഴാണ് നമുക്ക് ശരിക്കും മദ്യത്തിന്റെ മണം അടിക്കുന്നത്. അതിനുശേഷം മറ്റൊരു ഉദ്യോഗസ്ഥൻ വരുന്നു. മറ്റൊരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്ന കാര്യം, RPF ഓഫീസിലേക്ക് വന്നിട്ട് ഒരു ഉദ്യോഗസ്ഥനോട് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ നിനക്ക് എന്ത് റൈറ്റ് ഉണ്ടോ? എന്ത് റൈറ്റ് ഉണ്ട്? ഒരു സ്ത്രീയോ മറ്റേ അവരോട് കംപ്ലൈന്റ് എഴുതാൻ പറയൂ, ഇവന്റെ പേരിൽ കംപ്ലൈന്റ് എഴുതാൻ പറയൂ, അല്ലെ ലേഡിയോട് കംപ്ലൈന്റ് എഴുതാൻ പറയൂ, താങ്കളുടെ കംപ്ലൈന്റ് താങ്കൾ എഴുതൂ. അതായത് ഒരു കാര്യം വ്യക്തമായിട്ടുള്ള സ്ഥിരീകരണമോ തെളിവോ ഇല്ലാതെ കംപ്ലൈന്റ് എഴുതാൻ പറയുകയാണ്. ഓക്കെ, നമ്മളെ മാനസികമായിട്ട് ഡൗൺ ആക്കാണ്. അതിനുശേഷം നിനക്ക് എഴുതാനുള്ളത് നീ എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം അങ്ങോട്ട് വലിച്ചെറിയാണ്. അതിനുശേഷം നമ്മൾ കംപ്ലൈന്റ് എഴുതുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ പേര് ചോദിച്ച വശം ആള് പറയാണ്, ഉടൻ തന്നെ ഫോം ഫില്ലപ്പ് ചെയ്യാറില്ലെങ്കിൽ ഇങ്ങോട്ട് തായോ എന്ന് പറഞ്ഞിട്ട് ആള് വാങ്ങിച്ചിട്ട് പിന്നെ ആള് എഴുതാണ്. ഇതിന്റെ ഒക്കെ റെക്കോർഡ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നിന്റെ ഇതിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ എങ്ങനെ ആക്കണം എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, അത് നിനക്ക് ഞാൻ കാണിച്ചു തരാം, നീ എത്ര നാൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം എന്നുള്ള ഭീഷണിയാണ് പെടുത്തുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹമാണ് എഴുതുന്നത്. എഴുതുന്ന കാര്യത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ മദ്യപിച്ചു എന്ന് പറയുന്ന ഡീറ്റെയിൽ ഇല്ല. അതിനുശേഷം നമ്മൾ ഒപ്പിട്ട് കൊടുക്കുന്നു. എൻ്റെ കൺസെന്റ് ഇല്ലാതെ മറ്റൊരു പേപ്പറിൽ ഒപ്പിടുന്നുണ്ട്. ഇത് എനിക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്, എൻ്റെ കൺസെന്റ് ഇല്ലാതെയാണ് ഞാൻ ഒപ്പിട്ടിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ വ്യക്തമായിട്ട് ആളോട് പറഞ്ഞു, എൻ്റെ ഇന്റൻഷൻ കറക്റ്റാണ്, നിങ്ങൾ എന്ത് കംപ്ലൈന്റ് വേണമെങ്കിലും എഴുതിക്കോളൂ, എൻ്റെ ഇന്റൻഷൻ കറക്റ്റാണ്, ഞാൻ ശരിയാണ് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കാമാവുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, നിനക്ക് ഇതിന്റെ ദേശസ്നേഹമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, മൗണ്ടമെന്റൽ ഫ്ലാഗ് എന്ന് പറയുന്നത് 24 മണിക്കൂർ ഉയർത്തിക്കെടുക്കാം, അതിന് യാതൊരു കുഴപ്പമില്ല. 1971-ത്തെ സെക്ഷനാണത്. പക്ഷെ അത് നനഞ്ഞു കുതിർന്ന് കെടുക്കാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പോഴും അദ്ദേഹം 2002-ത്തെ ആ ഒരു സെക്ഷനെ കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നില്ല നമ്മളോട്. 2002 പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് 24 മണിക്കൂറും ഈ ഫ്ലാഗ്, മൗണ്ടമെന്റൽ ഫ്ലാഗ് ഉയർന്നു കെടുക്കാം, അത് നനഞ്ഞു കുതിർന്നാലും കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ അതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു RPF ഉദ്യോഗസ്ഥൻ പെരുമാറുന്ന രീതിയിലല്ല അദ്ദേഹം പെരുമാറുന്നത്. സൈക്കോളജിക്കലി ആൾ ഫിറ്റല്ല, മാനസികമായിട്ട് ആരോഗ്യമുള്ള ഒരു ആളല്ല. പിന്നെ ആരോഗ്യപരമായിട്ട് അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉദ്യോഗസ്ഥന്റെ കളവ് അത് മറയ്ക്കണം ബുദ്ധിപൂർവം, അതിനാണ് ഈ ദേഷ്യം പ്രകടിപ്പിക്കുന്നത്.
നമ്മളെ മാനസികമായി ഡൗൺ ആക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മാനസികമായിട്ട് ഡൗൺ ആവുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് ഒരു കാര്യം പറഞ്ഞു ഇന്റൻഷൻ കറക്റ്റാണ്, എന്ത് വേണമെങ്കിലും എഴുതിക്കോളൂ, ഞാനത് പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം കാമാവുന്നത്. അതിനുശേഷം എന്നെ എൻ്റെ സ്വന്തം ജാമ്യത്തിൽ വിടാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നു. കാലത്ത് ഈ ഉദ്യോഗസ്ഥൻ നമ്മളെ വിളിക്കുന്നു. വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുന്നു എൻ്റെ പേരിലുള്ള കേസ് എന്താണെന്ന് ചോദിക്കുന്നു. ആൾ ഉത്തരം പറയുന്നില്ല. ഇതിൻ്റെയും റെക്കോർഡ് ഇല്ല കേട്ടോ, അദ്ദേഹത്തിന് ഉത്തരവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ കംപ്ലൈന്റ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയൂ, അതിനുശേഷം ഞാൻ സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം അത് പറയാൻ തയ്യാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് കോടതിയിൽ മാത്രമാണ് വിശ്വാസമുള്ളത്, നിങ്ങളിൽ വിശ്വാസമില്ല. അപ്പോൾ നിന്നോട് ഞാൻ മര്യാദയ്ക്കല്ലേ? ഞാൻ പറഞ്ഞു നിങ്ങൾ മര്യാദയ്ക്കല്ല സംസാരിച്ചിട്ടുള്ളത്, നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? ഞാൻ പറഞ്ഞു നിങ്ങളാണ് എന്നെ ഭീഷണിപ്പെടുത്തിയത്, എൻ്റെ കയ്യിൽ വ്യക്തമായിട്ടുള്ള പ്രൂഫ് ഉണ്ട്, ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അയച്ചു തരാം എന്ന് പറഞ്ഞ വശം തന്നെ ആൾ കോൾ കട്ട് ചെയ്തു. അതിനുശേഷം അയാൾ കോൾ എടുത്തിട്ടില്ല. അതിനുശേഷം RPF വിളിച്ച് നമ്മൾ കംപ്ലൈന്റ് ചോദിക്കുമ്പോൾ അവര് നമ്മളുടെ കേസ് നമ്പർ പോലും പറയാനായിട്ട് തയ്യാറാവുന്നില്ല. എങ്ങനെയാണ് ഞാൻ ഒരു RPF ഓഫീസിൽ വിശ്വാസപൂർവ്വം കടന്നു ചെല്ലാൻ കഴിയുക? എങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വിശ്വാസപൂർവ്വം കടന്നു ചെല്ലാൻ കഴിയുക? എങ്ങനെയാണ് കള്ളക്കേസുകൾ ഇവരുണ്ടാക്കുന്നത്? അഥവാ എൻ്റെ ഭാഗത്ത് തെളിവില്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും ഏത് രീതിയിലാണ് ഈ കേസ് പോവുക എന്നുള്ളത്. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, മിസ്റ്റർ ഷമീർ, ഈ പറയുന്ന 2 ഉദ്യോഗസ്ഥരും യൂണിഫോമിലല്ല ഉള്ളത് കേട്ടോ. ഇവരുടെ സ്റ്റാർ എന്താണ്, ഇവരുടെ പദവി എന്താണ്, ഈ റൈറ്റർ എവിടെയാണ് ഒന്നും നമുക്കറിയില്ല. റൈറ്റർ തന്നെ ആരാണ് എന്ന് പോലും നമുക്കറിയില്ല. അപ്പോ ഇവർ എങ്ങനെയാണ് ജനാധിപത്യം നിലനിർത്തുന്നത്? എങ്ങനെയാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥകൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇവിടെ എങ്ങനെയാണ് കോടതി നിയമങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നത്? ഇവരെ തന്നെ സംരക്ഷിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള സിസ്റ്റം അല്ലത്. ഇവിടെ ബാക്കിൽ സത്യമേവ ജയതേ എന്ന് പറഞ്ഞിട്ടുള്ള അശോക സ്തംഭല്ലേ, ഇതിനൊക്കെ വലിയ അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങൾ മനസ്സിലാക്കിയിട്ട് സമൂഹത്തിനോട് ഡെഡിക്കേറ്റഡ് ആയിട്ട്, സമൂഹത്തിനോട് പ്രതിബദ്ധമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഇവരുടെ പദവികൾ ഉപയോഗിക്കുന്നുള്ളതാണ്. ജനാധിപത്യ ബോധ്യമില്ലെങ്കിൽ മിസ്റ്റർ ഷമീർ, താങ്കൾ ഈ എന്താ പറയാ ഈ പദവി രാജിവെച്ച് പുറത്തേക്ക് പോകും. അത്യാവശ്യം നല്ല പിള്ളേർ കയറി വരട്ടെ. പ്രദീപ് എന്നാന്ന് തോന്നുന്നു മദ്യപിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര്, നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. പിന്നെ കോടതിയിൽ വരികയാണെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. അതായത് ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ടൈം, നമ്മൾ അവിടെ ഇരിക്കുന്ന സമയം, കാര്യങ്ങൾ എല്ലാം നമുക്ക് വ്യക്തതയുണ്ട്. അതേപോലെ തന്നെ അവിടെയും ഒരു ക്യാമറയുണ്ട്, അവിടെയും ഒരു റെക്കോർഡർ ഉണ്ട്. ഇതിലും ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡിക്കലാണ്. അതുകൊണ്ട് തന്നെ കള്ളക്കേസ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുന്നത് ശരിയായിരിക്കും. ഇതുവരെ നമുക്ക് കോളുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. മിസ്റ്റർ ഷമീർ, ജനാധിപത്യ ബോധമില്ലെങ്കിൽ ആ പദവി ഉപേക്ഷിച്ച് വല്ല കൂലിപ്പണിക്കും പോകൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ. അതെ, എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ റെയിൽവേയുടെ നമ്മുടെ സ്റ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റേഷന്റെ അധികാര പരിധിയിൽ ആ കൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞു കുതിർന്നിട്ടാണ് കിടന്നിരുന്നത്. അത് ഉയർത്തിട്ടാണ് കിടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനില്. ഫ്രണ്ടിലത്തെ കൊടിയാ? അതെ അതെ അതെ. അപ്പൊ ഞാനത് പരാതി പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ മറ്റേ ലേഡി പോലീസാണ് ഉണ്ടായിരുന്നത്. ഞാനപ്പോ അവിടെ ആദ്യം നിന്നിട്ട് അവരോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അവരെന്നോട് ഇരിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടാണോ മദ്യപിച്ചിട്ടാണോ എന്നറിയില്ല. ഞാൻ പറഞ്ഞു താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്കത് പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോൾ അയാൾ എന്റെ കൈ പിടിച്ചിട്ട് ഇവിടെ പിടിച്ചിരുത്താണ് ചെയ്തത്. ഞാൻ ഈ കോൺഫെഡറേഷൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ വെൽഫെയർ അസോസിയേഷന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു കംപ്ലൈന്റ് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അത് താഴ്ത്താൻ തയ്യാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതെ. അപ്പോ ഇവര് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള കംപ്ലൈന്റുകൾ, അതായത് നമ്മളിപ്പോ ഒരു പരാതിയാണല്ലോ, നമുക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ ഒരു പോലീസിനോട്, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോ അദ്ദേഹം അത് വേറെ നെഗറ്റീവ്, വളരെ നിങ്ങൾ ആരാണ് ഇത് എന്നോട് ചോദിക്കാന്നാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് പരാതി ഫ്ലാഗിന്റെ അല്ലേ? ഫ്ലാഗിന്റെ പരാതിയാണ്. പക്ഷെ പോലീസ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നോട് ബിഹേവ് ചെയ്തത്. താഴ്ത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, നനഞ്ഞു കുതിർന്നിട്ടാണ് കിടക്കുന്നത്. അത് സ്റ്റേഷൻ മാസ്റ്ററോട് പറയുമ്പോൾ താഴ്ത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അത് ഓഗസ്റ്റ് 15 അത് വൈകുന്നേരം വഴിക്കേണ്ട സാധനമാണ്. വൈകിട്ടല്ല, ഇത് 365 ദിവസം ഇവിടെ ഉയർത്തിയിട്ടാണ് കിടക്കുന്നത്. ഇത് കീറുന്നത് 1971 ആക്ടും 2002 ആക്ടും പ്രകാരം ഇത് വലിയൊരു ക്രൈമാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് ഞാനിപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറയുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഓഫീസിൽ ഞാൻ സുരക്ഷിതനല്ല.
എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം, ബാക്കിയുള്ള ആക്ഷൻസ് എനിക്ക് മൂവ് ചെയ്യണം. എവിടെയുള്ളത്? റെയിൽവേ ഞാനിപ്പോ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അവിടെയാണുള്ളത്. ഓക്കെ ഓക്കെ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങണം. എമർജൻസി സർവീസിലേക്ക് സ്വാഗതം. കേരള പോലീസ് പ്രതിനിധിയുമായി സംസാരിക്കുന്നതിനായി 1 അമർത്തുക. വെൽക്കം ടു 112 എമർജൻസി സർവീസ്. ടു സ്പീക്ക് വിത്ത് കേരള പോലീസ് റെപ്രസെന്റേറ്റീവ് പ്രസ് 1. നമസ്കാരം, പോലീസ് കൺട്രോൾ. ഞാനിപ്പോഴേ റെയിൽവേ സ്റ്റേഷന്റെ പോലീസ് സ്റ്റേഷൻ മറ്റേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഇല്ലേ, അവിടെയാണ് ഇരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞിട്ടാണ് കിടക്കുന്നത്. അത് ഇറക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഞാനത് ആക്ഷൻ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മനസ്സിലായല്ലോ, ഒന്നും കൂടെ പറയാം. എന്ത് നനഞ്ഞിടക്കുന്നത്? അതായത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള റെയിൽവേ ഫ്ലാഗ് നനഞ്ഞു കുതിർന്നിട്ടാണ് കിടക്കുന്നത്. അത് 1971 2002 ആക്ടുകൾ പ്രകാരം അത് വലിയൊരു ക്രൈമാണോ? ഓക്കെ. ആ ക്രൈം ബേസ് ചെയ്തിട്ട് ആ പതാക താഴ്ത്തി വെക്കണ്ടേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ കംപ്ലൈന്റ് എടുക്കാൻ തയ്യാറില്ല. നാഷണൽ ഫ്ലാഗ് ആണോ? അതെ, നാഷണൽ ഫ്ലാഗ് ആണ്. ഓക്കെ. അല്ല, ഇതൊരു താഴ്ത്തിയിട്ടില്ലേ? 5 മണി കഴിഞ്ഞിട്ട് താഴ്ത്തി? ഇല്ലില്ല, നനഞ്ഞു കുതിർന്നിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, ശരി ശരി ശരി. നിങ്ങളിപ്പോ എവിടെ ഉണ്ട്? അത് ഞാനിപ്പോ എന്നെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ സത്യത്തിൽ എനിക്ക് അത്രയ്ക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്റെ ജീവനും കാര്യങ്ങൾക്കും അത്രയ്ക്കും പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലാണോ? തൃശ്ശൂരാണോ? തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനകത്താണോ? അതെ, റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ശരി, അറിയിച്ച് ചെയ്യാം. ഞാൻ എന്റെ ജീവനും കാര്യങ്ങളും സുരക്ഷിതമല്ല. ഓക്കെ. പോലീസ് വിളിക്കും കേട്ടോ, ഈ നമ്പറിൽ. ഓക്കെ. ഹലോ, പറഞ്ഞോളൂ. പോലീസ് എത്തിയിരുന്നു, പക്ഷെ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള നടപടിയല്ല. ഇതിവിടെ ഇല്ലാത്ത കേസാണ്. അതായത് ഞാനിവിടെ കംപ്ലൈന്റ് വന്ന് പറഞ്ഞപ്പോൾ ലേഡീസ് പോലീസിന്റെ അടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവര് കംപ്ലൈന്റ് എഴുതിയിട്ടുള്ളത്. തെറ്റായിട്ടുള്ള കംപ്ലൈന്റ് ആണ് എഴുതിയിട്ടുള്ളത്. ഞാൻ ഒട്ടും പ്രൊട്ടക്റ്റഡ് അല്ല. ഇവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഞാൻ എങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ഞാൻ പൊസിഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണത്. ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഫ്ലാഗ് നനഞ്ഞു കുതിർന്നിട്ടാണ് കിടന്നിരുന്നത്. ഓക്കെ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ധരിപ്പിക്കാനായിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടി കടന്നിട്ട് 2 സ്റ്റെപ്പാണ് നിന്നിട്ടുള്ളത്. മാമിനോട് ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാം പറഞ്ഞു എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ആ ലേഡി പോലീസ്. അതിനുശേഷം ഇദ്ദേഹത്തിന് വിളിച്ചു. ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മദ്യപിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അത് മദ്യപിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത്ര കാലം അതുപോലെ പതറുന്നുണ്ട് ആളുടെ. പിന്നെ അദ്ദേഹം ഞാൻ ചോദിച്ചു, താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്തില്ല. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ പിന്നെ അവിടെ തന്നെ ചെന്നിരുന്നു. അപ്പൊ ഇപ്പോ ഇവര് എഴുതാൻ നിൽക്കുന്ന കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലേഡീസ് പോലീസിനോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ളതാണ്. പക്ഷെ ഞാനിവിടെ തെറ്റായിട്ട് ഒരു രീതിയിലും ഞാൻ ബിഹേവ് ചെയ്തിട്ടില്ല. ഓക്കെ. പക്ഷെ ഇവര് കള്ളക്കേസാണ് ഉണ്ടാക്കാൻ നോക്കുന്നത്. ഇതാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഞാനൊരു കംപ്ലൈന്റ് ചെയ്യാൻ വന്നിട്ട് ഇപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെയാണ് നിൽക്കുന്നത്. പോലീസ് വന്നു, പക്ഷെ ഒരു നടപടിയും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല, അദ്ദേഹത്തെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഈ മദ്യപിച്ചിട്ടുള്ള ആളെയാണ് പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. മാഡത്തിന് എന്തിനാ വിളിച്ചത്? മാഡം കുട്ടിക്കും വയ്യാതെ, അത് മാത്രമല്ല നിങ്ങൾ ലേഡി ആയതുകൊണ്ടേ മാഡത്തിന് വിളിച്ചു. മദ്യത്തിന്റെ നല്ല സ്മെല്ലല്ലേ? എന്റേതായിരിക്കുമല്ലേ? ഞാൻ അടിച്ച സ്മെല്ലാണോ? ഞാൻ നല്ലൊരു മദ്യത്തിൽ നല്ല സ്മെല്ലുണ്ട്. അതിനെ കുറിച്ച് ഞാൻ കുറിച്ച്
MSP സാർ ലീവാണെന്നുണ്ടല്ലോ. MSP സാർ കൊടുത്താൽ ലീവ് സാങ്ഷൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു സാർ അല്ലേ? ലീവ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അങ്ങനെ. അല്ല ലീവല്ല, അങ്ങനെ ഒരു റെസ്റ്റാണ്, ഞായറാഴ്ച റെസ്റ്റ്. നാളെ ഞാൻ വിളിക്കും. മാഡത്തിന് ഞാൻ എക്സ്പോർട്ട് വിളിച്ചു. മാഡത്തിന് സ്റ്റേറ്റ്മെന്റ് സ്മെല്ലുണ്ടല്ലേ? ഇല്ല ഇതായി ഏതിലത് പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിളിലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളിലാണ് 1971 ഈ നാഷണൽ ഫ്ലാഗ്. ഞങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞാലേ ഇനി നമുക്ക് ഒരാൾ പറയാൻ പറ്റും. ഏതിലാ പറയുന്നത് അറിയില്ല. ഇല്ല, നിങ്ങൾ നേരത്തെ നിയമമൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാൽ ചൂടാക്കുന്ന നിയമങ്ങൾ നമുക്ക് അറിയാവുന്ന ആളിൽ നമുക്ക് പിന്നെ അത് പറയാമല്ലോ. ഉറപ്പായിട്ടും ആർട്ടിക്കിൾ 1972 നമുക്ക് ഇനി ഒരാളെ കടന്നു കൊടുക്കാൻ പറ്റും.
അവിടെ ആ ഫ്ലാറ്റ് ഭയങ്കര തിരക്കല്ലേ. അവിടെ കണ്ട ബുഷട്ടി ചേർത്തുണ്ടല്ലോ വായി നോക്കി അവനെ സ്ഥിരം കിടത്തി ഇപ്പം രാവിലെ പറഞ്ഞുകൊടുത്താ പറഞ്ഞിട്ടുണ്ട് ഇതവരെ ഏതാ പിള്ളേരുമായിട്ട് അടിപൊളി ഭയങ്കര അറിയാമെന്ന് പറഞ്ഞു. ഇത് വേറെ ഒരു പുറത്ത് മേളിലത്തെ ഒരു ജാം കൊച്ചിന്റെ പുറത്ത് കാര്യമായിരുന്നു. അതിനെ കുറിച്ച് പുറത്തോട്ട് മാറ്റി കഴിയുമ്പോൾ ഡയറക്റ്റ് എങ്ങനെ വിളിച്ചു നമ്മുടെ നമ്പർ വിളിക്കാം. നമ്പർ കൊടുക്കണം. അറിയാമോ? സഹോദരനെ കൂടാൻ പോയത് കംപ്ലീറ്റ് പറഞ്ഞിട്ട് മൂടിക്കളെ മെസ്സേജ് എൻ്റെ പേര് വിഷ്ണു എന്നാണ്. കംപ്ലൈൻറ്റ് പതാക നനഞ്ഞു കുതിർന്ന് കെടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, മറ്റേ ദേശീയ പതാകയാണത്. അതെ, ദേശീയ പതാകയാണെന്ന് അറിയാം. ദേശീയ പതാക ഒരു ഇത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇല്ല, ദേശീയ പതാകയിലെ റൂൾസ് പ്രകാരം 2012 ദേശീയ പതാകയുടെ റൂൾസ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ മറ്റേ ഈ 2002-ലത്തെയും ഈ പറയുന്ന 1971-ലത്തെയും മാത്രമായിട്ടുള്ള സെക്ഷൻസ് മാത്രമേ ഞാൻ വായിച്ചുള്ളൂ. അത് ഇൻസൾട്ടിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ കംപ്ലൈന്റ് ചെയ്യാനായിട്ട് വന്നത്. ഓക്കെ, എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ എയർപോർട്ടിലും ഒക്കെ ഒന്നുമില്ല. ഞാൻ അത് കംപ്ലൈന്റ് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. അത് കംപ്ലൈന്റ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടേക്ക് വന്നു, അത്രയൊക്കെ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഞാൻ ഈ മാമിനോടാണ് ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. ഞാൻ അവിടെ നിന്നിട്ടാണ് സാറ് വന്ന്
സാർ വന്ന് ചോദിച്ചു. നിങ്ങളെന്നല്ല ഞാൻ ചോദിച്ചത്, താങ്കൾ. അല്ല, ഞാൻ ചോദിച്ചത് താങ്കൾ മദ്യപിച്ചിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. അദ്ദേഹം വരുമ്പോ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അടുത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് ശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്തില്ല. ഞാൻ പിന്നെ നേരെ 100-ലേക്കാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത്. 100-ലേക്ക് അവര് വന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവര് പോയി. അത്രയ്ക്ക് തന്നെയുള്ളൂ. പ്രൊട്ടക്ഷൻ ഒക്കെ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം വരുമ്പോ ആകെ തപ്പി തടഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊന്നും എഴുതി പ്രൊട്ടക്ഷൻ ഫോഴ്സിലെ ഇൻസ്പെക്ടർക്കാരെ ഇത് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അവരെഴുതിക്കും. വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അവകാശമല്ല പൗരന്മാർക്കുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹം ചോദിച്ചു കുഴപ്പമൊന്നുമില്ല. അല്ല പറയാത്ത കാര്യത്തിൽ ദേശഭക്തിയുള്ളതാണെങ്കിൽ അത് ചോദിക്കാം, അതിനെ ചോദിക്കാനുള്ള ചോദിക്കാം. അറിയാത്ത കാരണം ഈ പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കാം. ചിലർക്ക് അറിയുണ്ടാവില്ല, ചിലർക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതായിരിക്കും. ഇപ്പോൾ പതാക നയം പറയുമ്പോൾ പ്രത്യേകിച്ച് ചിലവരുണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ല വേറെ വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നടപടി എടുക്കാം കേട്ടോ. പേന തരാമോ? ഒരു പേന കൊടുത്തിട്ട് എന്താണ് സാറിന് പറയാനുള്ള എന്താ വിഷയം ഉണ്ടായിരുന്നു? അത് ഓക്കെ. നിങ്ങളുടെ ഒരു എന്താ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോഴേ ഇങ്ങനെ നോക്കിയിട്ട് അല്ല പബ്ലിക്ക് ചില ആളുകൾക്ക് നിയമങ്ങൾ അറിയത്തില്ല. അല്ലെങ്കിൽ മോണോപ്ലാഗിൻ്റെ നാഷണൽ ഫ്ലാഗ് അറിയാതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ പല ടി വിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, ചിലർ ഫ്ലാഗ് ഇറക്കാൻ മറന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നത്തെ രാവിലത്തെ വരെ ഇതൊരു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതും ഇനി അതൊരു ഞാൻ ചേഞ്ച് ചെയ്തേക്കാന്ന് കയറി വരുന്ന ആളുകളൊക്കെ ആയിരിക്കാം. ശരി, എന്നിട്ട് ശരി ഇവിടെ അറിവ് കാര്യമൊന്നുമില്ല. പണി ചെയ്യൂല. നല്ല മദ്യപിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ശരി, ഞാൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ശരി ഞാൻ പറയാം ഫ്ലാഗ് താക്കാൻ പറ്റത്തില്ല, അത് മോണമെന്റ് ഫ്ലാഗ് ഒരിക്കലും താക്കത്തില്ല. അല്ലാത്ത നമ്മുടെ നാഷണൽ ഫ്ലാഗ് ആണെങ്കിൽ അത് സൂര്യാസ്തമനത്തിന് മുമ്പ് ആ സമയത്ത് താക്കും. മോണമെന്റ് ഫ്ലാഗ് എപ്പോഴും ഉയർന്നതിനായിരിക്കും, മഴ പെയ്താലും വെയിലത്തായാലും അങ്ങനെ. ഈ മുറി കഴിഞ്ഞാൽ ആളെ കൊല്ലുന്ന പറയില്ലേ, അതാണ് പോകുന്നത്. അതിനുശേഷം പിന്നെ പുള്ളി എന്നാ ഞാൻ ശരി നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഇറങ്ങി പോകാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾ മദ്യപിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകണ്ട, നിങ്ങൾ അതിന് ഇവിടെ ഇരുന്ന് അതിൻ്റെ സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി. നീ എന്തിട്ടേക്ക് നീ എഴുതാൻ എന്നിട്ട് നീ എഴുതാൻ റമ്മൻ 2 എന്നുണ്ടെങ്കിൽ പേപ്പർ കഴിഞ്ഞല്ലോ. നീ ഭയങ്കര അറിവാളിയല്ലേ, നീ ഭയങ്കര ഇവിടെ ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ നീ കൂടെപ്പെടുത്തുന്നല്ലേ. അടുത്ത പേപ്പർ എടുക്കും. അങ്ങനെ ആദ്യം അപ്ലിക്കേഷൻ ചെയ്ത് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. വേണം ഈ റൂൾസ് പഠിക്കാൻ വരുന്നത്. നീ എത്ര പഠിച്ചിട്ടാ? നീ ഒരു കണയാവണ്ട, നീ അങ്ങനെയൊന്നും വൈകുന്നേരമാവല്ലേ. നീ ഡ്യൂട്ടിക്ക് ആവാനുള്ള ആളുകളെ നീ അങ്ങനെ പഠിപ്പിക്കാനായിട്ടില്ല. നീ ബിടെക്കൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലേ നീ ഒരു ഉദ്യോഗസ്ഥൻ, ഡ്യൂട്ടിയിലെ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറയാ. ഉള്ളിൽ പോണ വഴി അറിയില്ല. നാഷണൽ ഫ്ലാഗ് അല്ല, ഒബ്ജക്റ്റീവ് ആണ് ഒരു സർവന്റ്. ഇവിടുത്തെ മിനിറ്റ് അപ്പോൾ അതൊക്കെ ഇത് സർക്കാർ പേപ്പറാണ്. നിനക്ക് തോന്നുന്നത് അവിടുത്തെ ABCD വരയ്ക്കാനുള്ളതല്ല, മനസ്സിലായോ? കോമ വരയ്ക്കും ആദ്യം. കോമ ഇട്. ഒരു കോമ ഇടാ. ഒരു കോമ അറിയില്ലേ? എങ്ങനെ കോമ അറിയത്തില്ലേ? ഫ്രമാ. എന്നിട്ട് കൂൾ മൈൻഡിൽ ഒരു ഇതിൻ്റെ പേര്, അഡ്രസ്സ് അത് ചെറുതായിട്ട് എഴുത്. ഇവിടെ എഴുത്. വിഷ്ണു എന്നുള്ളത് കേട്ടോ. ഇതിനുള്ളിൽ വരണം അഡ്രസ്സും പേരൊക്കെ. ഒരു പേപ്പർ ഇടുമ്പോൾ അതിനാണോ സർക്കാർ പേപ്പറിൽ വിലയിലിടാ അതിനൊക്കെ.
ആധാർ കാർഡ് കോപ്പി എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ശരി. ആധാർ അവിടെ ഉണ്ട്. 156 and 1 അല്ലേ? 146 അല്ലാതെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടല്ലോ. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എവിടെ യാത്ര ചെയ്യുന്ന ആളാ? യാത്ര ചെയ്യാൻ യാതൊരു ഉദ്ദേശമില്ലാതെയാണ് വരുന്ന പുള്ളി. എന്താ എവിടെയാ? എന്നോട് ഒരാള് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ശരി, റെയിൽവേ സ്റ്റേഷനിലേക്കാണ് വന്നത്. റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. ഇത് സംഭവം കാര്യങ്ങൾ ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ വന്നതാണ്. നിങ്ങൾ എന്താ നിങ്ങളെ അയാൾ നിങ്ങളെ അറിയിക്കാൻ കാരണം? അയാൾ വേറെ ഉദ്യോഗസ്ഥന്മാരെ ചെറുതായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ എന്നെ അറിയിച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഒന്നുമില്ല. നമ്മള് ഒരു കാര്യം ചെയ്യാം, ആദ്യം ഇദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുത്തിട്ട് നമ്മൾ ആദ്യം ടി വിയിലും കാര്യങ്ങളും ഇദ്ദേഹം കംപ്ലീറ്റ് കാര്യങ്ങൾ യൂട്യൂബിൽ ആദ്യം അയാൾ ഉൾട്ടടി. മനസ്സിലായല്ലോ? ഒരു ഇത് ചെയ്യല് വെറുതെ ജനങ്ങളെയും നാടിനെയും ഒക്കെ ഇങ്ങനെ സേവനം ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അതൊരു എവിടെ കൊടുക്കുന്നു? റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്. ഇത് തന്നെയില്ലടാ. ഇപ്പം ഇപ്പോഴത്തേക്കും നടത്തി പറഞ്ഞു ഇത് തന്നെയില്ല പിന്നെ ഇങ്ങോട്ട് എഴുതിയത് അല്ലേ? അത് കഴിഞ്ഞതിൻ്റെ ശേഷം അവർ ഇത് ടു ഇൻസ്പെക്ടർ ടു ദ ഇൻസ്പെക്ടർ ഇതാണാക്കത്. ദ ഇൻസ്പെക്ടർ വേറൊരു എനിക്ക് ഒരു 3 പേപ്പറിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. വേണ്ട, അത് ഞാൻ പിന്നെ വേറെ അഡ്രസ് ഇതാണോ? ഇതാണ് അഡ്രസ്. സാർ നമസ്കാരം. സാർ എസ് ഐ ആണ് സാർ. അത് ഏതൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നതെന്ന് പറയുന്നത് ഒരു പയ്യനെ അവൻ്റെ പേര് അഡ്രസ്സൊക്കെ അവൻ എഴുതിയിട്ടുണ്ട് സാർ. അവന് ആക്ച്വലി അബദ്ധം പറ്റിയതാണ്. അവന് നാഷണൽ ഫ്ലാഗ് മോണബിൾ ഫ്ലാഗ് നമ്മൾ വ്യത്യാസം അവൻ്റെ അറിയില്ല. അപ്പോൾ അവൻ ഇവിടെ വന്നൊരു ഷോ കാണിച്ചിട്ട് ഒരു യൂട്യൂബിലൊക്കെ ഒരു ഇതൊക്കെ കാണിച്ച് നമ്മൾ RPFനൊക്കെ താരടിച്ച് കാണിച്ച് അതിനൊക്കെ ഒരു ഷോ കാണിക്കാനുള്ള പുറപ്പാടിലാണ് പുള്ളി വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാക്കി ഇവിടെ പുള്ളിക്ക് പറ്റിയ അബദ്ധമാക്കി മനസ്സിലാവുന്നത്. അയ്യോ മറ്റേ പണ്ടാര പറഞ്ഞ മറ്റേ എന്താന്ന് പറയുക ബാർബർ ഷോപ്പിൽ കയറിയെന്ന് പറഞ്ഞ മാതിരി അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ മാതിരി ഇവിടുത്തെ ഓഫീസർമാരുടെ അടുത്ത് താൻ മദ്യപിച്ചിട്ടുണ്ടോ? ഒരു അതോറിറ്റിയും ഇല്ല. അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പറഞ്ഞ യാത്രക്കാരനും അല്ല, ഒന്നുമില്ല. അപ്പോൾ അവനെ ജസ്റ്റ് ഇവിടെ വന്നു ഇങ്ങനെ ഒരു അതെ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ വന്നതുമില്ല പിടിച്ചതില്ല എന്ന് പറഞ്ഞ മാതിരി അവസ്ഥ പോകുന്നുണ്ട്. അപ്പോൾ അവൻ ബിടെക് വരെ പഠിച്ചെന്ന് പറഞ്ഞ ഒരു അപ്ലിക്കേഷൻ എത്താൻ പോലും അറിയില്ല അവനെ പറ്റി. അല്ല ഞാൻ അവനടുത്ത് അവൻ്റെ അഡ്രസ്സും കാലം എഴുതാൻ പറഞ്ഞു. ഇപ്പോൾ രണ്ടാമത്തെ പേപ്പർ കൊടുത്തുകൊണ്ട് കറ കൂടാൻ എന്തൊക്കെയാണ് എഴുതുന്നത്. ഇവിടെ ABC പഠിക്കുന്ന 1ാം ക്ലാസ് പഠിക്കുന്ന പിള്ളേർ പോലെ ഇതിനൊക്കെ അടിപൊളിയായിട്ട് എഴുതും. മനസ്സിലായി? അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഞാൻ എഴുതുന്നുണ്ട് സാർ. അപ്പോൾ അവനെ എന്താ വേണ്ടത് എൻ്റെ? ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് സാർ അവൻ്റെ. എന്നിട്ട് ഞാൻ നോക്കാം സാറേ, എന്താ നോക്കാം സാറേ. ചിലപ്പോൾ അബദ്ധം പറ്റിയാണ്, കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രക്ഷ എടുത്ത് വിടാം. ഞാൻ പറയാം സാർ. ശരി ഞാനുണ്ട് സാർ ഇവിടെ. ഈ വേദന വിളിക്കണോ? അതുകൊണ്ട് ഗിരിമേടത്തിന് വിളിക്കും. ഞാൻ വിളിക്കാം. പറയാം സാർ. ശരി ശരി സാർ. ശരി സാർ. ശരി സാർ. നാളേക്കല്ലേ? നാളെ BNSS 35-ൻ്റെ 2 ഫോം എടുക്കും. അതിന് ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ സാർ. ഓക്കെ സാർ. ശരി സാർ. ഇല്ല സാർ. ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞത്. പുള്ളി ആദ്യം പേടിച്ചിരിക്കുകയാണ്. പുള്ളി എന്താന്ന് അതിൻ്റെ വെപ്രാളത്തിൽ പുള്ളി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണ് സംഭവം. അതിലേക്ക് അവർ അറിയില്ല എന്നുണ്ടെങ്കിൽ അറിവ് കാര്യം ചോദ്യം മനസ്സിലാക്കാനുള്ള കുഴപ്പമില്ല. വന്നതും നേരെ അതെ അല്ല അത്രേ പുള്ളിക്ക് ചെയ്യണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അബദ്ധം മനസ്സിലാക്കാൻ കാരണം. പക്ഷേ പുള്ളി ചെയ്തിരിക്കുന്നതല്ല. പുള്ളി അവിടെ വിളിച്ച് പുള്ളി ഒരു ഷോ ആണ് പ്രോഗ്രാം. അതിനുള്ള പ്രിപ്പറേഷനോട് വന്നിരിക്കുന്ന പുള്ളി. അതെ 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 അതെ. ശരി സാർ.
അതെടുത്ത് ഇങ്ങോട്ടേക്ക് സാറേ. വെച്ചിട്ടുണ്ട് സാറേ, അടിയിൽ ആ മാർജിൻ വിട്ട് വെച്ചിട്ടുണ്ട്. ശരി സാർ, ശരി സാർ, ശരി സാർ. ഇത് വേറെ ഗീത മാത്രം വിളിച്ചു. ശരി, ഓക്കെ, ശരി സാർ, ശരി, ഓക്കെ സാർ, ജയൻ സാർ, ശരി സാർ, ശരി, ശരി സാർ, ശരി, ആ നല്ല 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 ശരി സാർ, ശരി സാർ, നല്ല സാർ, ശരി ശരി നല്ല സാർ. ഗീത പറഞ്ഞു വിളിക്കും വാർത്തകൾ പറഞ്ഞാ. ശരി ശരി സാർ, ശരി കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു സാറേ. ശരി സാർ, കുട്ടിക്ക് സുഖമില്ലെന്ന് പറഞ്ഞു. ഇല്ല സാർ, ഇല്ല വേറെ ആരും ബന്ധിച്ചിട്ടൊന്നുമില്ല. അറിയില്ലായ്മ വർഷം മനുഷ്യന്മാരെ. അതെ 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 അതെ. അല്ല പുള്ളി മീൻ കിട്ടിയ പുള്ളി ഉദ്ദേശിച്ച് വന്നിട്ട് അറിയിട്ട് വേറെയാണ്, ഇത് പറ്റിയത് വേറെയാണ്. മോനെ വേണ്ടിട്ടുള്ള മറ്റേ ഇത് രണ്ടും കൊണ്ടാണ് തിരിച്ചറിയാത്ത അവസ്ഥയാണ്. അതാണ് ഒരു മോനെ അല്ല എന്തോ പ്രൈവറ്റ് നടത്തുന്ന വ്യക്തിയാണ് ഈ ചീഫ് ഷൈനിങ്. അത് കുഴപ്പമില്ല സാർ, നമുക്ക് തിരിച്ചറിയാം. ഞാൻ ചോദിച്ചു നോക്കാം സാർ, നോക്കട്ടെ സാർ, ഞാൻ നോക്കിയിട്ട് സാറെ വിളിക്കാം സാർ. നല്ല സാർ, ജയൻ സാർ, നല്ല സാർ, അല്ലേ സാർ, ശരി സാർ. എൻ്റെ ഇതാണ് ആധാർ കാർഡ് ഓർക്കണം. ആധാർ കാർഡ് അതിൻ്റെ അകത്ത് ഉള്ളിലുണ്ടോ? ഇതിലാണോ? ഇതറിയാം സാറേ, എവിടെ വെച്ചെന്ന് പറയാം. അതാണോ സാറേ? ഇതാണോ സാറേ ആധാർ കാർഡ്? ഏതാ? നമസ്കാരം, പറയൂ സാറേ. ഓക്കെ, ആ കൈ വെച്ചിരിക്കുന്നു. കൈ വെച്ചിരുന്നു സാറേ, കൈ ഓക്കെ ഓക്കെ, അതൊന്ന് അതെ അതെ ഞാൻ പറയും ചെയ്യാം സാറേ. ഓക്കെ കേട്ടോ, അത് ഞാൻ ഇന്ന് തന്നെ വാങ്ങിക്കാം സാറേ. ഓക്കെ, വാങ്ങിക്കാം സാർ. ഓക്കെ, താങ്ക് യു സാർ. ഞാൻ അതൊക്കെ പോട്ടെ സാറെ, വിളിച്ചു പറഞ്ഞോ. കുട്ടിക്ക് സുഖമില്ല ചെറുതായിട്ട്. സാർ എന്താ, ഞാൻ ഒറ്റ കാര്യം ചെയ്യാൻ മനസ്സിലായില്ല. ടീസില്ലാതാണ് വരുന്നില്ല. കുട്ടിക്ക് നല്ല സുഖമില്ല, എല്ലാം തൊട്ട് നനച്ചുകൊണ്ടിരിക്കുന്നു. ഇറങ്ങുന്നില്ലേ സാർ? അത് ഇവിടെ റെഡിയായ കാരണം കൊണ്ട് അവിടുത്തെ എടുക്കാൻ വളരെ തരാൻ പറഞ്ഞു. അതൊന്നുമില്ല കേട്ടോ, പറഞ്ഞില്ലേ സാറ്? ശ്രുതി, ഇത് പറഞ്ഞ് വിളിച്ചിട്ടേ നല്ല റെഡിയായ കാരണം കൊണ്ട് ഇങ്ങനെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഒരു എടുക്കുന്നുണ്ട്, അത് നടന്ന് തരാൻ വേണ്ടി ആയിട്ട് സാർ പറഞ്ഞതായി പറ തരാൻ പറഞ്ഞു. ചോദ്യം പറഞ്ഞു. സാറിൻ്റെ പേര്? അതെ, നീ നിന്റെ കാര്യം നീ ഇങ്ങനെ നീ താവൊക്കെ പിന്നെ കോടതിയിൽ തന്നെ കാര്യം. അതെ, ഇവിടെ നോക്ക്, എന്താ പേര് പറഞ്ഞാൽ വിഷ്ണു ഓവർ ഷോ കാണിക്കുന്നു. അല്ല, നീ ഷോ കാണിച്ചു, നിന്റെ പ്രൊഫഷൻ അതാണ് മനസ്സിലായി. ഇവിടുത്തെ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നീ പ്രൊഫഷൻ അതൊക്കെ നമുക്ക് കോടതി തീരുമാനിക്കുക. ഞാൻ പറഞ്ഞല്ലോ നിന്റെ പ്രൊഫഷൻ എന്താന്നൊക്കെ നീ കോടതി പറയാം. നിനക്ക് എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടു അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. ഇതിന്റെ പേര് പറയാൻ മനസ്സിലായി. അപ്പൊ എന്നിട്ട് നിനക്ക് ഇവിടെ വന്നിട്ട് നിനക്ക് അറിയാനുള്ള കാര്യങ്ങൾ, നീ എവിടെയൊക്കെ പോയി എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങോട്ട് വായോ, അത് തന്നെ ഇങ്ങനെ കഥ എഴുതി പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ഇത് അവരിപ്പോൾ ആദ്യം വരയ്ക്ക് ഇതുപോലെ ഓരോരുത്തർ വന്നാൽ ഞങ്ങൾ ഡ്യൂട്ടി വരെ അടിപൊളിയായില്ലേ. ഓരോരുത്തർ ഇങ്ങനെ കയറി വരാം, അതെന്താ ചോദിച്ചു, ഇവിടെ എന്താ ഇങ്ങനെ ഇട്ടിരിക്കുന്നു ചോദിച്ചു. അപ്പോൾ അതങ്ങനെ ചോദിച്ചു, ഞാൻ ഉത്തരം പറയണ്ടേ? ഞങ്ങൾക്ക് കോടതിയിൽ സമാധാനം പറയേണ്ടത്. ഇപ്പം നിന്റെ അടുത്തല്ല,
പബ്ലിക് ഇങ്ങനെ ഓരോരുത്തരും വന്ന് ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല തന്നിരിക്കുന്നത്. ഇപ്പം നീ ഒറ്റ വന്നു, നാളെ വന്നു, ഒന്ന് എന്താ 2 പേര് ഇവിടെ നിൽക്കുന്നത്, ഒന്ന് 3 പേര് നിൽക്കുന്നത്, അന്ന് എന്നോട് ഇത്ര വേണ്ട കാര്യമില്ല. എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത് അതിന് വേണ്ടിയിട്ടല്ല, മനസ്സിലായാ? അപ്പോൾ അപ്പോൾ ഓരോ പബ്ലിക് വന്ന് ചോദ്യം ചെയ്യേണ്ട, അത് ഞങ്ങൾ ചോദ്യം ചെയ്യാൻ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളും അന്വേഷണ കമ്മീഷനും കാര്യങ്ങളും ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോ? അതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. നിനക്ക് പറയാനുള്ളത് എനിക്ക് എന്നെ ഒന്ന് ഇന്നെ ഡൗട്ട് ഉണ്ട് സാറേ, അല്ലെങ്കിൽ ഇന്നെ കാര്യങ്ങളുണ്ട്, അത് നിനക്ക് ഞങ്ങളുടെ പറയാനുള്ള കാര്യം ഞങ്ങൾ പറയാം, മറ്റു വേറെ പറയാനുള്ള കാര്യം ഇവിടെ പറയുന്നത്. നീ എവിടേക്കും വിളിച്ചു, 100ലേക്ക് വിളിച്ചു, ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിളിച്ചതിനെങ്കിൽ ഇവിടെ ആരെ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാസഞ്ചറിനോ അല്ലെങ്കിൽ ആർക്കും സംഭവിച്ചത് നിനക്ക് ആദ്യം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തത് നിന്റെ സുഹൃത്ത് ഫ്ലാഗ് അപമാനിക്കുന്ന രീതിയിൽ ഇരിക്കുന്ന അറിഞ്ഞ് തൃശ്ശൂർ റെയിൽവേ വരികയും ബോധിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു റെയിൽവേ പ്രൊഡക്ഷൻ ഓഫീസർ വരികയും എന്താണ് തെറ്റെന്ന് ചോദിക്കുകയും ചെയ്തു. അദ്ദേഹം മദ്യപിച്ച എനിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം താങ്കൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ മദ്യപിച്ചു എന്ന തോന്നലിൽ എനിക്ക് എൻ്റെ സുരക്ഷയും പേടി തോന്നി. എൻ്റെ വിഷമം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം എന്തൊക്കെ നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നീ എത്ര പേജ് വേണം നിനക്ക് എഴുതാനായിട്ട്? ഇങ്ങോട്ടാ റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എപ്പോഴെടുത്തതാ? ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ എടുത്തതാണ്. ആ ശരി, ഇത് ഈ നമ്പറിലേക്ക് ഞങ്ങളുടെ നമ്പറിലേക്ക് ഒന്ന് ഷെയർ ചെയ്തേ. ഇല്ല, എവിടെ ടിക്കറ്റ്? ടിക്കറ്റ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. എടുക്കടാ, കയ്യിലെടുക്കടാ. നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങൾക്ക് ആവശ്യമില്ല, യാത്രക്കാരനാണ് ശേഷം നഷ്ടമാകുന്നത്. ഓരോരോ വീഡിയോ അതിൻ്റെ ടിക്കറ്റ് എടുത്ത് ഇത് ഇതിനെ കൂടുതൽ കുട്ടിയാ, ഇതും കൂടി എടുക്കുക, ഇതും ചേർത്ത് വെച്ചോ. മേഡം വരുന്നെന്ന് പറഞ്ഞ എന്താ പറഞ്ഞേ? മേഡം വരുന്നെന്നാണ് പറഞ്ഞേ. ആ സാറേ ജി ഡി എടുത്താൽ എനിക്ക് തരുമോ സാറേ? എന്തിനു കൂട്ടിയില്ല ബുക്ക് വന്ന്? ആ ബുക്ക് സാറിൻ്റെ ബുക്ക് 1:30 ഇതല്ല 1 മണിയോടുകൂടി പുള്ളി വരുന്നത്. അവിടെ ജി ഡി വിളിച്ചു പെട്ടെന്ന് സംഭവം. എത്ര മണിക്ക് ഇത് എവിടെ എത്തിയത്? സാറിൻ്റെ മൊഴി വേണ്ടി വരൂടാ. ഇതല്ലേ സാറേ ഈ ഇരിക്കുന്നതാണോ? ശരി, ഇവിടെ ഞാൻ പറയുന്നത് ചില എൻ്റെ രൂപത്തിൽ ഒരാൾ ചോദിക്കുന്നതോ വിഷയങ്ങളോ മറ്റൊന്നും വിഷയമുള്ള കാര്യമില്ല. ഞാനും പറഞ്ഞ് മനസ്സിലായിട്ട് അതുകൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. സാറ് എനിക്ക് ഉത്തരം കൊടുക്കുകയാണ് എന്നാ സംഭവം എന്ന് പറയുകയാണെങ്കിൽ അയാൾക്ക് ആ മനസ്സിലാക്കുന്ന കാര്യം ചോദിക്കാൻ ഒരു പോകുന്ന അവകാശമുണ്ട്. അത് ചോദിച്ചു, അതേപോലെ വരൽ ചോദിക്കലോ ആയിക്കോട്ടെ. ദേശഭക്തിയിലെ പല വിഭാഗങ്ങളാണ് ചോദിക്കുന്നതൊക്കെ ചെയ്യാം, ചോദിക്കും. അതോടുകൂടി വിഷയങ്ങൾ കഴിയുള്ളൂ. അതിനുശേഷം അടുത്ത ഡ്യൂട്ടി സ്റ്റാഫിന് അതിൽ നടപടിയുണ്ടെങ്കിൽ അയാൾക്ക് പരാതികൾ കൊടുക്കാം, നിങ്ങൾക്ക് പരാതികൾ കൊടുക്കാം, നിങ്ങൾക്ക് അതിന് പരാതി കൊടുക്കണം. അതിനുശേഷം ഒരു ദിവസം മദ്യപിച്ചിട്ടുണ്ടോ മദ്യപിച്ച വ്യക്തിയും അദ്ദേഹത്തിന്റെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇനി അറിയാൻ പറ്റുക. ഡ്യൂട്ടിയിലോ ഓൺ ഡ്യൂട്ടിയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ മദ്യപിച്ചെന്ന് വെറുതെ ആരോപിക്കുക ഒരാളെ. നീ മദ്യപിച്ചെന്ന് ഞാൻ പറഞ്ഞു, നീ ഇതിലേക്ക് ഞാനിപ്പോഴും ഈ പറയുന്ന 100 വിളിച്ചിട്ടുള്ള എന്റെ കോൾ ഉണ്ട്. നീ 100 വിളിച്ചു, നീ 100 അവിടെയും ഈ 100 വിളിക്കാന്നൊക്കെ പറഞ്ഞു. നീ പിള്ളേർക്ക് പറഞ്ഞ പോലെ 100 വിളിക്കാം. അത് പരാതി ഒരു ജസ്റ്റ് കണ്ടുപിടിക്കുന്നതാ. ഇപ്പൊ അതൊക്കെ മാറി, നമ്പറേ മാറി. 100 വന്നു വിളിക്കാൻ വിളിക്കുന്നത്, അതിനൊക്കെ ബോധമില്ല. അത് പോട്ടെ. അപ്പൊ നീ അത് വിളിക്കുന്നതോ മറ്റു വിഷയങ്ങളോ അതൊക്കെ നമുക്ക് നോക്കാം. അത് നീ എന്താ വെച്ചാൽ കോടതിയിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഒരു 146+ എടുത്ത് നമ്മൾ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത്? ഏത് ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുന്ന നാളെ എയർപോർട്ടിൽ കയറി ഇതുപോലെ പറയാണ്. എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യരക്ഷ സുരക്ഷയെ ബാധിക്കുന്ന ആളല്ലേ നീ. ഇതുപോലെ നീ എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് നമുക്ക് നോക്കണ്ടേ?
നീ നമുക്ക് ആദ്യം പരിശോധിച്ചോ? കൊണ്ടുവന്നില്ല നോക്കിയോ? എന്ത് ഇതുപോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി നോക്കണ്ടേ കാര്യം? എന്തൊക്കെയാണ് പേരുള്ളത് നോക്ക്. പവർ ബാങ്ക് ആണ്, ആ ഇതാണ് മരായതുകൊണ്ട് കാരണമൊന്നുമില്ലല്ലോ. നമുക്ക് മാത്രം നോക്കണ്ടോ? ട്രൈപോഡാണ്. ആ ഞങ്ങളുടെ പ്രശ്നം നോക്കണ്ടോ? ആ നീ എന്ത് കൊടുത്തൊക്കെ വന്നിരിക്കുന്നത്? ആ ശരി, അവിടേക്ക് വേറെ വിശേഷമൊന്നുമില്ല വിചാരിക്കുന്നു അല്ലേ? വല്ല നിങ്ങൾക്ക് ഓൺലൈൻ മാധ്യമത്തിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതോറിറ്റി ഉണ്ടോ? റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ അവിടുത്തെ അതൊക്കെ പോട്ടെ, അതൊക്കെ നിങ്ങൾ തെളിയിച്ചാൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷെ അതൊക്കെ ഉണ്ടെന്ന് വരും നിങ്ങൾക്ക് ഏത് ഉദ്യോഗസ്ഥന്മാരെ ഏത് ദിവസം പറയാം. അതുപോലെ ഡ്യൂട്ടി തടസ്സപ്പെടുത്താൻ പറ്റില്ല. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഡ്യൂട്ടി അറിയോ? ഒരു വണ്ടി പറഞ്ഞേക്ക്, ഒരു സ്റ്റേഷൻ മാസ്റ്ററിൽ ഒരു ദിവസം എത്ര വണ്ടി പോകണമെന്നറിയോ? അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വണ്ടി നിർത്തിയാൽ ഡെലിവറി റിപ്പോർട്ടാണ് അറിയോ? നിങ്ങൾ പോയിട്ട് അതുപോലെ എല്ലാവരും കൂടി ഇപ്പം ഇറക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ മോനെ പെണ്ണ് ഇറക്കം വേണ്ടാത്ത ഗവൺമെന്റ് ഇന്ത്യൻ പ്രസിഡന്റ് പെർമിഷൻ തന്നിട്ടുള്ള ഒരു സാധനമാണ്, ഗസറ്റാണ്. അതൊക്കെ വായിക്കണ്ടേ? 2012 പറയാം നാഷണൽ ഫ്ലാഗ് അല്ലേ? അതിന്റെ ആക്ട് 2012 വായിച്ചിട്ടുണ്ടോ? ഒന്ന് നെറ്റിലടി വായിക്കി. അതൊക്കെ അതിനെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്താത്ത യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു ക്യാമറ വലിച്ചു കയറി നീ ഒരു പോലീസിൽ വന്നിട്ട് ശേഷം വന്നിട്ട് അവരൊക്കെ ഒരു സ്ത്രീ ഇരിക്കുന്ന കാര്യമില്ലേ? അവൻ അവരുടെ പേടിപ്പിക്കുക നീ. ഞാൻ അങ്ങനെ ബഹളം വെച്ചിട്ടില്ല. വകുപ്പേ നിനക്ക് നീ ജാമ്യമില്ലാണ്ട് ഉള്ളിൽ പോവാ കേട്ടാ. നിനക്ക് ഞാൻ ശരിയാ, നീ വകുപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. ഇവിടെ നോക്ക്, അവിടെ ഇതോടാ ഈ സാധനം അതിന് 15 ദിവസം റിമാൻഡ് ചെയ്തോളൂ. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ഉത്തമ ബോധ്യമുണ്ട്. എന്താണെങ്കിൽ നടപടി എടുത്തോളൂ. നീ പിന്നെ കേട്ടാ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു കേട്ടാ, ഒരു ഇത് ഒരു അമ്മൂറ്റ മക്കളുണ്ടോ? ഞാനൊരു രീതിയിൽ ഞാൻ അവരോട് മോശം